പ്രേമലു 2 അനശ്വര ഉണ്ടാവും. ഞാനില്ല. അപ്പൊ അങ്ങനെയാണ് ഉറപ്പിച്ച് പറയാണ്. ചോദിക്കാൻ വേണ്ടി എന്നോട് കൊറേ പേര് ചോദിച്ചു, നിങ്ങളിത് മനസ്സിലാക്കണം, ഞാനില്ല. പ്രതീക്ഷയെ വേണ്ടത് അല്ലെന്ന്. പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്നോട് ആരൊക്കെ എന്നോട് ചോദിച്ചു ഹൈദരാബാദ് എന്നൊക്കെ, പ്രേമലു 2 ഞാൻ പറഞ്ഞില്ല. ആരാ എന്നിട്ട് പുറത്തുനിന്നിട്ട് ഞാനമ്മേ ഉണക്കങ്ങനെയുള്ളോ ഇങ്ങനെ പറയും. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇയാളുടെ ഒരു പരിപാടിയൊക്കെ അതൊക്കെ തന്നെ. ഇയാള് 90 കിഡാണ്. കല്യാണം കഴിക്കണ്ടേ സൂചേട്ടാ? അർബൻ അനിമൽ. അപ്പൊ അതാണ് ജിത്തുവിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. അപ്പൊ ജിത്തു ആദ്യമായിട്ട് ചെയ്യുന്നു. കേൾക്കുന്നതിന് മുന്നേ ഓക്കെ ഞാൻ ചെയ്യാം എന്നുള്ളതാണ്. അതിനുശേഷമാണ് ബാക്കി പ്രോസസ്സ്. അതാണ്. അങ്ങനെയാണ് പതുക്കെയും കൂടി നേരെ ഇന്നാവുന്നത്. രണ്ടുപേരും കൂടിയാണ് പ്രൊഡ്യൂസ്. അങ്ങനെയാണ് പതുക്കെ ഇന്നാവുന്നത്. അല്ല നമ്മള് ബെഞ്ചിങ് നമ്മളിപ്പോ മറ്റേ ഇത്, അതായത് നമ്മളിപ്പോ കൂടെ അല്ലെ ഒരാളുണ്ട്, ഒരു റിലേഷൻ ഉണ്ട്, പക്ഷെ അടുത്താളെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കി. ഇത് പോയാൽ അതിലേക്ക് ചാടാൻ വേണ്ടി അതെ. യൂത്തിന്റെ ഇടയിൽ, യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഭയങ്കര എനിക്കൊരു അറ്റൻഷൻ കിട്ടിയത്, എനിക്കൊരു ബ്രേക്ക് ആയ പടം തണ്ണീർമത്തനാണ്. അതിനുശേഷം പുറത്തു നിന്നാണെങ്കിലും ആൾക്കാർ കണ്ട് വിളിച്ച തന്നെ തണ്ണീർമത്തൻ കണ്ടിട്ടാണ്. ഇത് എവിടെയെങ്കിലും സംഭവിച്ചാണോ? ഇത് സംഭവിച്ചതല്ല, പക്ഷെ ജിത്തുവിന്റെ ലൈഫിൽ നടന്ന കുറെ ഇവന്റ്സുകളും മൊമെന്റ്സുകളൊക്കെ ഈ പടത്തിലുണ്ട്. ഇതിൽ എക്സെൻട്രിക് ലവർ ജിത്തു ആണോ? എക്സെൻട്രിക് എന്നൊക്കെ പറയുമ്പോൾ അത് സുഗുലേക്ക് വളർന്നപ്പോ അങ്ങനെ ആയതായിരിക്കാം. ഇതിലെ പൈങ്കിളി നമ്മൾ ഉദ്ദേശിക്കുന്ന പൈങ്കിളി തന്നെയാണോ അതോ കിളിപോയ പൈങ്കിളിയാണോ? എല്ലാം കൂടി. അതെ, മൊത്തത്തില് കിളിപോയ പൈങ്കിളിയും ഉണ്ട്, എല്ലാ രീതിയിലുള്ള പൈങ്കിളി. അതെ അതെ, റൊമാൻസ് മാത്രമല്ല പൈങ്കിളി എന്നുള്ളതല്ല, അതെ മൊത്തത്തില് എല്ലാം. പൈങ്കിളിയുടെ ഇംഗ്ലീഷ് എന്താ? ചീസിയാണ്. ഓ ഐ തിങ്ക് അല്ലേ? എനിക്കറിയില്ല, ഞാൻ ചോദിച്ചത്. ക്രിഞ്ചിനെക്കാളും ചീസി അല്ലേ? ഓക്കെ, ചീസി. പൈങ്കിളിയുടെ ഡെഫിനേഷൻ ചോദിച്ചാൽ സജിൻ ഗോപു എന്ത് പറയും? ഡെഫിനേഷൻ ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. പല രീതിയിലും പൈങ്കിളി ആവാലോ, അതാണ്. പക്ഷെ അതെങ്ങനെ പൈങ്കിളി റൊമാൻസ് അതാണ് കൂടുതൽ ആൾക്കാർ അറിയുന്നത്. നമ്മൾ ആൾക്കാര് ഡിഫൈൻ ചെയ്യുന്ന പൈങ്കിളി പ്രണയത്തിലായ രണ്ടാൾക്കാരെ പുറത്തുനിന്ന് നമ്മൾ കാണും. മൂന്നാമതൊരാൾ കാണുമ്പോഴാണല്ലോ അത് പൈങ്കിളി ആവുന്നത്. അതെ, രണ്ടുപേര് തമ്മിൽ ഇപ്പൊ പ്രണയിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും പൈങ്കിളി പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോഴാണ് അത് പൈങ്കിളി. അവർക്കത് ഓക്കെ ആണോ കൊണ്ടാണല്ലോ അവരത്. എല്ലാവരുടെ ഉള്ളിലും പൈങ്കിളി ഉണ്ട്. ഓക്കെ, സജിന്റെ ഉള്ളിലെ പൈങ്കിളി എന്താണ്? എന്റെ ഉള്ളിലെ പൈങ്കിളി അതാണ് സുഖു. എന്റെ ഉള്ളിലെ പൈങ്കിളി മൊത്തം ഞാൻ എടുത്തിറക്കിയിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. പൈങ്കിളിയിലുണ്ട്, പൈങ്കിളി സിനിമയിലുണ്ട്. അനശ്വരയുടെ ഉള്ളിലെ പൈങ്കിളിയാ? എന്റെ ഉള്ളിലെ പൈങ്കിളി എപ്പോഴാണ് റിയൽ ലൈഫിൽ പുറത്ത് വന്നിട്ടുണ്ടോ? ഇന്ന് ബാക്ക് അടിച്ച് ചോദിക്കാം. നമ്മള് ഫസ്റ്റ് ലവിലാണ് പിന്നെ. ഓക്കെ, പൈങ്കിളി ആയ നമ്മൾ എങ്ങനെയായിരിക്കും? പൈങ്കിളിയായ നമ്മൾ എങ്ങനെയായിരിക്കുന്നു? നമ്മള് വെറുതെ ഒരു പ്രേമത്തിലൊക്കെ ആവുമ്പോ നമ്മൾ വെറുതെ ഒരു ക്യൂട്ട് പേരൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബേബി ക്രിഞ്ച്. നമ്മള് ചില വാക്കുകളൊക്കെ ഇങ്ങനെ പറയാ, അങ്ങനെയൊക്കെ. അത് അതെങ്ങനെ പുറത്ത് പറയാ? അപ്പൊ ഈ കാണുന്നവരായിരിക്കില്ലേ ഞാൻ പൈങ്കിളിയാന്ന്. ഇതിപ്പോ രണ്ടുപേരുടെ ഇടയിൽ നിൽക്കേണ്ട കാര്യം. പൈങ്കിളിയാണെന്ന് പറഞ്ഞല്ലോ, അത് പുറത്ത് പറയില്ല. അന്നത് പൈങ്കിളിയായിട്ട് തോന്നൂലല്ലോ. ഇല്ല, നമ്മള് പ്രേമത്തിൽ ഉണ്ടാവുന്നത് പൈങ്കിളി ആയിരിക്കില്ല. അതിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞൊരു സിറ്റുവേഷനിലാണ് നമുക്ക് എന്താണ് ഈ കാട്ടിക്കൂട്ടി എന്ന്. ആവേശത്തിന്റെ ഡയറക്ടർ റൈറ്റർ ജിത്തു മാധവൻ നമ്മുടെ അംബാനെ വെച്ചിട്ടൊരു പടം ചെയ്യുന്നുണ്ട്, അംബാനെ നായകനാക്കിയിട്ടൊരു പടം ചെയ്യുന്നുണ്ടെന്ന് കുറച്ച് കാലമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ആ പടമാണോ പൈങ്കിളി? അതാണ് പൈങ്കിളി അല്ലേ? ആദ്യമായിട്ട് നായകനാവുന്ന സിനിമ തന്നെയാണ്. ജിത്തുവാണ് എഴുതുന്നത്. നമ്മുടെ ആവേശത്തിലൊക്കെ അഭിനയിച്ച പറ്റിയ BK നമ്മുടെ ശ്രീതേട്ടനാണ്. പുള്ളി ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന പടമാണ്. അതിൽ നായകനായിട്ട് വരുന്നവര് ഇതന്നെയാണ്. എല്ലാവരും ഈ പറഞ്ഞ ട്രോളും എല്ലാത്തിലും വന്ന് അംബാന നായകനാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പടം തന്നെയാണ്. ഫാദുക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആവേശം. അപ്പൊ കുറച്ച് രണ്ടാമതൊരു ആവേശം ടീം വരുന്നൊരു പടം ആണ്. കൗങ്ങിലൊക്കെ കയറുന്നുണ്ട്, ശരിക്കും കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട് കൊറേ പ്രാവശ്യം. ശരിക്കും കയറുമോ? തെങ്ങിലോ കൗങ്ങിലോ മരത്തിലോ കയറാണ്ടോ? പിന്നെ സുഖമായിട്ട്. നേരത്തെ കയറിണ്ടോ അതോ ഇതിനു വേണ്ടി പഠിച്ചാണോ? അല്ലല്ല, ഇതിനു വേണ്ടിയിട്ടില്ല. പണ്ടേ ഞാൻ ഇതിന്റെ മെയിനായിരുന്നു. അതെ, അങ്ങനെ നിലത്ത് വിട്ട കൈയടക്കം. അതെ അതെ, മരത്തിക്കയറ്റവും കൗങ്ങിക്കയറ്റവും രണ്ടല്ലേ? രണ്ടാ. മരത്തിക്കയറ്റം വേറെ, കൗങ്ങി കയറാൻ കുറച്ച് പാടാ. അതൊരു നമുക്കൊരു 2 പടി കയറിയിട്ട് അങ്ങനെ ഇറങ്ങുന്നല്ലേ? അതെ, അനശ്വരം കയറി കഴിഞ്ഞാൽ നമ്മളെ കയറി വളയും. കവുങ്ങ്
എനിക്ക് കുഴപ്പമില്ല അത്. മരം കയറാൻ കുഴപ്പമില്ല, കവുങ്ങ് കുറച്ച് പാടാം. പണിയായിരുന്നോ? കുറച്ച് പ്രൊഫഷണൽ ഹെൽപ്പ് ഒക്കെ വേണ്ടി എങ്ങനെ professional? ശ്രീധരന്റെ അല്ല അത് നമ്മള് മറ്റേ നോർമൽ മരത്തിൽ കയറുന്ന പോലെ അല്ലല്ലോ, തെങ്ങി കയറുന്ന പോലെ തന്നെയുള്ളൂ. അത് പിടിച്ച് കയറുമ്പോ കുറച്ച് താഴെ ഒരു എന്തെങ്കിലും തളപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. ഒരു ബെഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊന്ന് കയറി ഒരു 2 പടിയും ഒന്ന് ഇറങ്ങി ഒറ്റ ചാട്ടം താഴോട്ട് ചാടി. അതെ. ആദ്യമായിട്ട് നായകനായ സജിനെ പറ്റി പറയൂ. ആദ്യമായിട്ട് നായകനായ സജിൻ. നായകനായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു ക്യാരക്ടർ അത് പുള്ളിനെ ഉത്തരം പറഞ്ഞു കൊടുക്കരുത്. സജിൻ ചേട്ടൻ നമ്മള് ആ സോങ് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് സോങ്ങില് കൊറിയോഗ്രാഫറായിട്ട് വന്ന് ഹൈദരാബാദിൽ നിന്നുള്ള കൊറിയോഗ്രാഫറാണ്, ഡാൻസ് മാസ്റ്ററാണ്. അപ്പം ആള് വന്നിട്ട് അപ്പുറത്തുനിന്ന് പൊസിഷനൊക്കെ നിൽക്കാൻ പറയുമ്പോ ഹീറോ പൊസിഷൻ, ഹീറോയിൻ റെഡി, ഇങ്ങനെയൊക്കെയാണ് പറയാ. അപ്പൊ നമ്മള് തിരിഞ്ഞു നോക്കില്ല. പുള്ളി തിരിഞ്ഞു നോക്കില്ല ഇതൊന്നും കേൾക്കുമ്പോ. പേര് വിളിച്ചാ മതി, നമ്മൾക്ക് ഒരു ചമ്പലാണ് പുള്ളിക്ക് ഹീറോ എന്നൊക്കെ കേൾക്കുമ്പോ. സാധാരണ നമ്മളെല്ലാം വിളിക്കാന്നുള്ള. ഞാൻ ആക്ച്വലി ജിത്തുവിന്റെ അടുത്തും പറഞ്ഞു ഇങ്ങനെ ഈ പ്രൊജക്റ്റിലേക്ക് ഉണ്ടാവുമ്പോ പറഞ്ഞായിരുന്നു അത് മച്ചാനെ ഞാനൊരു ലീഡ് എല്ലാ പടം ചെയ്യണ പോലെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പൊ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് ഡയറക്ടർ എന്ന് പറയുന്നത് ആവേശത്തിലെ ബാംഗ്ലൂരിലെ ഹോസ്റ്റൽ വാർഡൻ. ബാംഗ്ലൂരിലെ രോമാഞ്ചത്തിലെ മത്തി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മഹേഷിന്റെ പ്രതികാരത്തിൽ ചെരുപ്പടക്കാരനായിട്ട് ചെയ്തിട്ടുണ്ട്. ഹിറ്റ് സിനിമകളിലൊക്കെ ഭാഗമായ വർക്ക് ചെയ്ത് അതിൽ അഭിനയിക്കുന്ന ആളാണ് ശ്രീധേട്ടൻ. അപ്പൊ കുറെ നാളായിട്ട് ഇങ്ങനെ അസോസിയേറ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് വരെയായിരുന്നു. പുള്ളി ജിത്തു തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഇവര് ഗപ്പിയിൽ വെച്ചിട്ടോ ആണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ കേട്ടത്. അതൊട്ട് ഭയങ്കര കണക്ഷനാണ് ഇവർ ഒരുമിച്ച് എപ്പോഴും. അപ്പൊ അവര് ഇതിനിടയിലൊക്കെ പല പ്ലാനിങ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പൊന്മാനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജിത്തു വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ജിത്തുവിൻ്റെ നേരത്തെ ഈ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. മുൻപ് ഞാൻ ചെറിയൊരു മിനിമലായിട്ട് ഇതിൻ്റെ ഒരു വെർഷൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വന്നപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. ഇവരുടെ ടീം നമ്മളെല്ലാവരും ഒരുമിക്കുന്നു. അനശ്വരി ഉണ്ടാവുന്നു, ചന്തു ഉണ്ട്, റോഷനുണ്ട്, ജിസ്മയുണ്ട്, അങ്ങനെ ലിജോ ചേട്ടനുണ്ട്, ലിജോസ് പല്ലിശ്ശേരി, ലിജോ ചേട്ടൻ അഭിനയിക്കുന്നു, റിയാസ് ഖാൻ, അബൂക്ക, LJP അഭിനയിക്കുന്നുണ്ട്. അതെങ്ങനെ പുള്ളി എങ്ങനെ ഇതിൽ വന്ന്? അത് നമ്മൾ എന്നെ അതിലോട്ട് ഞങ്ങൾ ഡയറക്റ്റ് ഞാനും ജിത്തുവൊക്കെ തന്നെയാണ്. ലിജോ ചേട്ടൻ്റെ ഡയറക്ഷനിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യാരക്ടർ വന്നു കഴിയുമ്പോൾ ചേട്ടൻ ചെയ്ത് അടിപൊളിയായിരിക്കും എന്ന് തോന്നിയപ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ അതിൽ പോയി സംസാരിക്കുന്നു. ടിനിച്ചേട്ടനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ലിജോ ചേട്ടൻ വരുമായിരുന്നു. ലിജോ ചേട്ടൻ വന്ന് ചെയ്തു പോകുന്നു, പൊളിക്കുന്നു. അതാണ് പരിപാടി. അങ്ങനെ വന്ന് പുള്ളിയുടെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. എനിക്കും റോഷനായിരുന്നു ലിജോ ചേട്ടനുള്ള സീൻ. രംഗണ്ണന്റെ മേക്കറും കൂടിയാണ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ആ റാപ്പ് എങ്ങനെയാ വന്നത്? എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ്, ഇപ്പം നറേഷൻ എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ജിത്തു ചേട്ടൻ അപ്പുറത്ത് ഫാദറായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നോട്. അപ്പം അവിടെ മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അവിടെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിലാണ്. അപ്പം എന്നെ 2 ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് ആളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നോട് വിളിച്ച് പറഞ്ഞു. അപ്പം ഒരുപാട് സന്തോഷം തോന്നി. നല്ലൊരു ആള് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ ദർ ഷുഡ് ബി സംതിങ് ഇൻ ഇറ്റ് എന്നൊരു ഫീലുണ്ട്. ഇപ്പം ആൾക്കാർക്കും ഉണ്ട്, അതേപോലെ നമുക്ക് അഭിനയിക്കുന്ന നമ്മൾക്കും ഉണ്ട്. അപ്പം ജിത്തു ചേട്ടൻ ആവേശത്തിന് ശേഷം ജിത്തു ചേട്ടൻ ഇതിനകത്ത് കഥ എഴുതുന്നു. അങ്ങനെ നല്ലൊരു ക്രൂ ഒരുമിച്ച് വന്ന സമയത്ത് അതിൻ്റെ ആ സിനിമയിൽ ഒരു നല്ല ക്യാരക്ടർ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. അത് എങ്ങനെ ഫാഫ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താണ് ജിത്തു പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ? ജിത്തു ഈ പരിപാടി പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഷെയർ ചെയ്ത് ഇങ്ങനെ ഒരു പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിത്തു വൺ ഓഫ് ദ പ്രൊഡ്യൂസറാണ്. അർബൻ അനിമൽ. ജിത്തു ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയും കൂടിയാണ്. പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് അതാണ്, അർബൻ അനിമൽ. അപ്പം അതാണ് ജിത്തുവിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. അപ്പോൾ ജിത്തു ആദ്യമായിട്ട് ചെയ്യുന്നു. അപ്പോൾ അതിങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സാധനം എന്നെ വെച്ചിട്ട് സജിനെ വെച്ചിട്ട് ഒരു പരിപാടി ഇങ്ങനെ ചെയ്യുന്നുണ്ട്, റോംകോം ഒരു പടം ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നണേ കേൾക്കുന്നതിന് മുന്നേ ഓക്കെ ഞാൻ ചെയ്യാം എന്നുള്ളതാണ്. അതിനുശേഷമാണ് ബാക്കി പ്രോസസ്സ്. അതാണ് അങ്ങനെയാണ് പതുക്കെയും കൂടി നേരെ ഇന്നാവുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടിയാണ് പ്രൊഡ്യൂസ്. അങ്ങനെയാണ് പതുക്കെ ഇന്നാവുന്നത്. മഷിത്തണ്ട് ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ പറയേണ്ടതല്ലേ? മഷിത്തണ്ട് മാങ്ങാക്കറിയും ചാറ്റൽമഴയും ചക്കവറുത്തതും. ഇതെന്ത് ഗ്രൂപ്പാ? ഗ്രൂപ്പ് ഒന്നും ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ അങ്ങനത്തെ ഗ്രൂപ്പുകളൊന്നും കേട്ടിട്ടില്ലേ? ഈ 2 ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ഇയാള്. ഇയാളുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗു വേടാമ്പൽ എന്നാണ് ഫേസ്ബുക്കിലെ ID. ഇപ്പോഴും ഉണ്ട് ഫേസ്ബുക്കിൽ. പടം തുടങ്ങുമ്പോൾ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കി. അപ്പൊ ഇയാളൊന്നും സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ അപ്പം തന്നെ പോസ്റ്റ് ചെയ്യുന്ന ആളാണ്. പുള്ളിക്കൊരു പ്രണയം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ അതിലിടും, ബ്രേക്കപ്പ് ആയിടും, അങ്ങനെ
ഇങ്ങനെയൊക്കെ എല്ലാം ഭയങ്കര കാവ്യാത്മകമായി എഴുതിയിടും, വെറുതെ അല്ല, ഭയങ്കര പോയിറ്റിക്കലി, പുള്ളി പോയിറ്റിക്കലി എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര വാക്കുകളാക്കി. പുള്ളിയുടെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇയാളുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് കിട്ടുന്നുള്ളതാണ്. അതാണ് ശരിക്കും പേര്, പടത്തിൽ ഈ ക്യാരക്ടറിന്റെ പേര് സുജിത് കുമാർ. അതാണ്. അങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ ഒരുപാട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എല്ലാവർക്കും റിലേറ്റ് ആവും വിചാരിക്കുന്നു. അനുശ്വര കാണാൻ ചാൻസ് കുറവാണ് എന്ത് അങ്ങനത്തെ ഗ്രൂപ്പ്. ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇഷ്ടം പോലെ. ഫേസ്ബുക്കിൽ ഇല്ലാത്തതുകൊണ്ട് ഇവരൊക്കെ ഇൻസ്റ്റാഗ്രാം. അത് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. ഞങ്ങള് ജനിക്കുമ്പോഴേ നമ്മള് ഇൻസ്റ്റാഗ്രാമിലല്ല. എന്റെ ഒരു സമയം വരെ ഫേസ്ബുക്ക് ഒക്കെ തന്നെയായിരുന്നു. ഞാൻ ഫേസ്ബുക്കിൽ ഇഷ്ടം പോലെ. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഞാനുണ്ട്. പിന്നെ എനിക്കൊന്നും ഇൻസ്റ്റാഗ്രാമിൽ വന്നു തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിലേക്ക് എല്ലാം വന്നു തുടങ്ങിയല്ല, ഫേസ്ബുക്കിലുള്ള എല്ലാ പരിപാടി. ഓക്കെ. ഈ ഫസ്റ്റ് ടൈം നായകനാവുമ്പോഴുള്ള പരിപാടികൾ, എക്സൈറ്റ്മെന്റ് എന്തൊക്കെയായിരുന്നു? നല്ല ആക്ച്വലി നമുക്കിങ്ങനെ നായകനായിട്ട് വരണം അങ്ങനെയൊന്നും ആഗ്രഹമൊന്നുമില്ല. സിനിമയുടെ ഭാഗമാണ്, നല്ല സിനിമയുടെ ഭാഗമാണ്, സ്വഭാവം നടൻ, ഒരു ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ഗ്രാജുവലി കറക്റ്റായിട്ട് സംഭവിച്ചതാണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ജിത്തു ഇങ്ങനെ പറയുമ്പോഴേക്കും ഓക്കെ, അപ്പം നല്ല രീതിയിൽ ആലോചിച്ചിട്ട് തന്നെ ഇതിലോട്ട് ഇറങ്ങിയേക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളോട് ട്രസ്റ്റ് കൂടുന്നൊരു സമയമാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ പൈങ്കിളി എന്നൊരു സിനിമ കൂടുതലും ഉത്തരവാദിത്വം എനിക്കും കൂടി ഉണ്ട്, അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു ട്രസ്റ്റാണ് ആൾക്കാരെ. ഇവിടം തൊട്ടാണ് നമുക്കൊരു ട്രസ്റ്റ് ആരംഭിക്കുന്നത്. അപ്പോൾ അത് ചെറിയൊരു കാര്യമല്ല, അതിൻ്റെ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അത് എല്ലാവരിലേക്ക് എത്തിക്കുക, ഡേറ്റ് എത്തിക്കുക, ആൾക്കാർ തിയേറ്ററിലേക്ക് എത്തിക്കുക, ഇഷ്ടപ്പെടുക. പിന്നെ നമ്മളൊരു എൻ്റർടൈൻ ചെയ്യുകയാണ്. നമ്മൾ 2.5 മണിക്കൂറാണെങ്കിൽ 2.5 മണിക്കൂറാണെങ്കിലും ആളുകൾ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ അത് മാക്സിമം എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബ്രോ പറഞ്ഞ പോലെ ചെറിയൊരു ഉത്തരവാദിത്വം, ചെറിയൊരു ടെൻഷനും. ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നൊഴുകി അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഈ ആദ്യമായിട്ട് നായകനാവുന്ന പടത്തിൽ നായിക അനശ്വരയും ജിസ്മേനെ പോലെ ഉള്ളവരെ കിട്ടിയപ്പോൾ അതിലും സന്തോഷമുണ്ട്. ജിത്തുവിൻ്റെ പടത്തിൽ തന്നെ, ജിത്തു എഴുതുന്ന പടത്തിലാണെങ്കിലും ശ്രീധരൻ്റെ പടത്തിലാണെങ്കിലും അതിൽ അങ്ങനെ ഒരു അവസരം കിട്ടിയതും ഫാദൊക്കെ ആണെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്യാനും ഭയങ്കര ഭാഗ്യമുണ്ട്. മീറ്റർ കയറ്റിയാണ് അഭിനയിച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അനശ്വര. എല്ലാവരും മീറ്റർ കയറ്റി അഭിനയിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മീറ്റർ കയറ്റി അഭിനയിക്കാന്ന് വെച്ചാൽ നമ്മൾ ടിപ്പിക്കലി 100 രൂപ ഞങ്ങൾക്ക് 100 രൂപ വന്നിട്ടുണ്ടെങ്കിൽ 150, ചിലപ്പോ ഒരു 200, ആ ലെവൽ വരെ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും. കുറച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി, കുറച്ചൊന്ന് സെർട്ടിലായിട്ട് മെല്ലെ ഇമോഷനൊക്കെ ഒന്ന് നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണോ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ചെയ്യുന്ന പരിപാടിയിൽ നിന്ന് നമ്മൾ റിയൽ ലൈഫിലൊന്നും ചിലപ്പോൾ ഇങ്ങനെയൊന്നും റിയാക്ട് ചെയ്യില്ല. ഒരു റിയാക്ഷനൊന്നും നമ്മൾ ചിലപ്പോൾ ഇത്രയും ഹൈ ആയിട്ട് ഇത്രയും ലൗഡായിട്ടൊന്നും നമ്മൾ കൊടുക്കില്ല. അപ്പം അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇതിൽ ആദ്യമായിട്ടാണ്, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ഒരാഴ്ചയ്ക്ക് എനിക്ക് ഭയങ്കര പിടുത്തമായിരുന്നു. ഇങ്ങനെ ചെയ്ത് ഓവറായിപ്പോ, ഇങ്ങനെ ചെയ്ത് ഓവറായി, വെറുപ്പിക്കലായിപ്പോ. ഒരാഴ്ചക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. എനിക്കൊരു മീറ്ററിലേക്ക് കയറാനൊരു പേടിയുണ്ടായിരുന്നു. എന്റെയാണ് ആദ്യം തുടങ്ങുന്നത്. ഞങ്ങളൊന്നും ജോയിൻ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഇവരൂടെ ജോയിൻ ചെയ്തപ്പോ പിന്നെ അവരുടെ കുറച്ച് മീറ്റർ ഇട്ടുകൊടുത്തേക്കാം. അതെ, അപ്പഴത്തേക്കൊന്ന് സെറ്റായി. ഇവരുടെ കൂടെയൊക്കെ ഞാനും കൂടി ജോയിൻ ചെയ്തപ്പോ എനിക്ക് ആ മീറ്റർ ഒന്ന് കംപ്ലീറ്റ്ലി ഞാൻ അതിലേക്ക് ഇന്നായി. അതാണ് പടത്തിലെ എല്ലാവരും ഒരു ലൗഡ് പെർഫോമൻസ് ആണ് ബ്രോ. പണ്ട് കണ്ട സിനിമകളിലൊക്കെ മറന്ന കുറച്ച് ഫുൾ പ്ലേ ആണ് എല്ലാവരും. അങ്ങനത്തെ ഒരു ലൗഡ് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഒരു ഡയലോഗ് എല്ലാം വെച്ചിട്ട്. അത് നമുക്ക് കല്യാണം കഴിക്കണ്ടേ സൂചിച്ചേട്ടാ, ഇതാണ് ലൗഡ്. ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നതേ നമ്മളൊരു റിയൽ ലൈഫിൽ എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ ലൗഡായിട്ട് സംസാരിക്കുന്ന ആളും അങ്ങനെ എക്സെൻട്രിക് ആയിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടാവും എപ്പോഴെങ്കിലും. പക്ഷെ ഇത്ര ചില സിറ്റുവേഷനിൽ കുറച്ചൊന്ന് നമ്മുടെ എല്ലാവരും സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ അങ്ങനെ ഒരു ആൾക്കാരുണ്ടാവും ഭയങ്കര ഒച്ചയിൽ സംസാരിക്കുന്നതും. എന്റെ ലൈഫിൽ ഞാനാണ് ഇങ്ങനെ കൂടുതലും ലൗഡായിട്ട് സംസാരിക്കുന്ന ആള്. എനിക്ക് തോന്നുന്നു ഞാനാന്ന് പുറത്ത് പരസ്പരം നമ്മൾ അങ്ങോട്ട് കണ്ടിട്ടില്ല നമ്മൾ ലൗഡായിട്ടുള്ളത്. ഒതുക്കി വെച്ചേക്കാം. ഐ മീൻ നമ്മള് പേഴ്സണൽ സർക്കിളിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു കംഫർട്ട് സോൺ, അത്രയും കംഫർട്ട് സോണിലേക്ക് എത്തുമ്പോൾ ഉള്ള ഒരു ഫേസ് ഉണ്ടല്ലോ. അതെ, അപ്പോഴേ ലൗഡ് ആവുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തല്ലു ആൾക്കാർ. നമ്മുടെ ഒരു മോണാക്ട് സീൻ ഉണ്ട് എന്നിട്ട് പുറത്തുനിന്നിട്ട് ഞാനമ്മേ മോണാക്ട് അങ്ങനെയുള്ളോ ഇങ്ങനെ പറയും. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ. ഇയാളുടെ ഒരു പരിപാടിയൊക്കെ അതൊക്കെ തന്നെ. ഇയാൾ 90 കിഡാണ്. ഇയാൾ ചിലപ്പോൾ മറ്റേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ നാടകത്തിനും മൈമിനും മോണാക്ടിനും നാടോടി നൃത്തം ലളിതഗാനമൊക്കെ ചെയ്യുന്ന ഇയാളുടെ കുറച്ച് കയ്യിലിരിക്കുന്ന ഐറ്റംസ് ഇതൊക്കെയാണ്. അപ്പൊ ഒരു 2K കിട്ടും ഒരു 90 കിട്ടും കൂടി വരുമ്പോ എന്തായിരിക്കും? അപ്പൊ ഇയാള്
ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതൊക്കെയാണ് എന്റെ ഒരു പരിപാടി. അനുശ്വര ശരിക്കും ഇത് 2K കിഡ് ആണ്. Obviously, ഉറപ്പായിട്ടും ഓക്കെ. അങ്ങനെ എന്താ പ്രസന്റ് ചെയ്തേക്കുന്നത്. 2K കിഡ്സ് 90s തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. അത് തന്നെയാണ് ഈ പടം. ഇപ്പോ 90 കിഡ് 2K കിഡിനോട് പ്രപ്പോസ് ചെയ്യുന്ന രീതി ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കാം. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന വേറെ രീതിയിലായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ സുഗുവിന്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കിയാണെങ്കിൽ ഇയാളുടെ സ്റ്റോക്ക് ഇതൊക്കെയാണ്. ഇയാൾ വളർന്ന് അല്ലെങ്കിൽ ഇയാൾ പഠിച്ച സമയത്തൊക്കെ ഇതൊക്കെയായിരുന്നു. അപ്പൊ ഇയാളുടെ കുറച്ച് കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ ഇതൊക്കെയാണ്. അതൊക്കെ വെച്ചിട്ടാണ് ഇയാൾ പൂച്ചത്. പറഞ്ഞ പോലെ പ്രപ്പോസ് ചെയ്യുന്ന രീതികളിലൊക്കെ മേ ബി കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഇപ്പോഴൊക്കെ ഒരു റിലേഷന് പലതരത്തിൽ നമ്മൾ പേരുകൾ ഇടാറുണ്ട്. അപ്പം അതിലേക്ക് 90s ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കാം മേ ബി. എക്സാമ്പിൾ പേരെന്ന് വെച്ചാൽ സിറ്റുവേഷൻഷിപ്പ്. ഓ അങ്ങനെ. അതെ, ബെഞ്ചിങ് എല്ലാം എനിക്കറിയില്ല, കുറച്ചൊക്കെ. പിന്നെ ബെഞ്ചിങ് സൈഡ് ആക്കാണ്. അല്ല നമ്മള് ബെഞ്ചിങ് നമ്മളിപ്പോ മറ്റേത്, അതായത് നമ്മളിപ്പോ കൂടെ അല്ലെ ഒരാളുണ്ട്, ഒരു റിലേഷൻ ഉണ്ട്, പക്ഷെ അടുത്താളെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കി. ഇത് പോയാൽ അതിലേക്ക് ചാടാൻ വേണ്ടി ഉണ്ടാവും ബെഞ്ചിങ് പരിപാടി ആയിരിക്കും. അതിങ്ങനെ അതെപ്പോഴും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. വേണ്ടപ്പെട്ട ആള് ഫുട്ബോൾ പ്ലെയർ ബെഞ്ചിലിരിക്കുന്നല്ലേ, അടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ. അതല്ലല്ലോ, അതാണ് ബെഞ്ചിങ്. ഉപയോഗിച്ചേക്കുന്ന കുറച്ച് ജെൻസി ടേംസ് പറയും. ഇതിലങ്ങനെ അങ്ങനെ ജെൻസി ടേംസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ബെഞ്ചിങ് ഇതിലുണ്ടോ? ബെഞ്ചിങ് ആലോചിക്കുവായിരുന്നു. രണ്ട് നായകന്മാരുള്ളതുകൊണ്ട് തോന്നറ് ചെറിയൊരു ബെഞ്ചിങ് ഉണ്ടോ? ഇല്ല, ബെഞ്ചിങ് ഇല്ല. ബെഞ്ചിങ് ഇല്ല. പിന്നെന്താ ഉള്ളത്? ക്രിഞ്ചിങ് ആണുള്ളത്. ക്രിഞ്ചിങ് എന്തെങ്കിലും ഉണ്ട്. കേട്ടേക്കുന്ന ഒരു പൈങ്കിളി പിക്കപ്പ് ലൈൻ ചോദിച്ചാൽ അനുശ്വര പറയോ? ഈ പറഞ്ഞോട്ട് എല്ലാവരും പറയുന്ന പോലെയൊക്കെ പ്രേമിക്കും, മുത്തേ വാവേ പൊന്നെ എന്നൊക്കെ വിളിക്കുന്നത് അങ്ങനത്തെ ഒരു ലൈനും. പിന്നെ അല്ലാതെ ഉള്ളത് നമ്മളെനിക്ക് തോന്നാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഓർത്തിരിക്കാൻ വേർ ആർ യു ബേബി അങ്ങനെ ടൈപ്പ് ചെയ്ത് അയക്കാറുണ്ടോ? വേറെ ഒരു ബേബി എന്നോ? ഞാൻ ബേബി ഒന്നും വേറെ ടേംസ് യൂസ് ചെയ്തിട്ടില്ല. ഇല്ല. മുത്താണോ? ഇല്ല. പൊന്നെ വാവേ ചുഞ്ചുരുമണി. ശരി, ഒരാൾ മുത്തേന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ക്രിഞ്ച് അടിക്കോ? ആക്ച്വലി മുത്തെന്ന് വിളിക്കുന്നത് ഇപ്പൊ മച്ചാനെന്ന് വിളിക്കുന്ന പോലെ നമ്മള് കാഷ്വലി വിളിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. ചിലവര് ചക്കരയെന്നും ഇതുപോലെ കാഷ്വലായിട്ട് വിളിക്കാറുണ്ട്. ചക്കരെ മുത്തേ ചെറുതായിട്ട് തണ്ണീർമത്തല് വിളിച്ചല്ലേ ജയ്സൺ വാവേ. ശരി, ചെയ്തേക്കുന്ന ഒരു പൈങ്കിളി പരിപാടി വെച്ചാ പറയോ? അങ്ങനെ ഉണ്ടോ ലൈഫില്? പിന്നെ ഉണ്ടോ? പക്ഷെ പറയില്ല. ശരി. ഇത് നമ്മൾ ഒരു ഇന്റർവ്യൂലും പറഞ്ഞിട്ടില്ല ആരും. ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ലെന്നുള്ളതാണ് നമ്മളൊക്കെ. അത് സംബന്ധിച്ചാൽ നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുള്ളത് ഭയങ്കര അനുസരിക്കുണ്ട് അല്ലേ? പറയില്ലെന്ന് പിന്നെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, നമ്മളിപ്പോ ടേംസ് ഒക്കെ യൂസ് ചെയ്യില്ലേ, നീലായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ആ ടൈപ്പ് സാധനങ്ങളൊക്കെ ഇപ്പൊക്കെ ആലോചിക്കുമ്പോ അറ്റാക്കിൽ ഇങ്ങനെ പറന്ന് നടക്കാണ്. അതെങ്ങനെയാ എങ്ങനെയായിരുന്നത് പരിപാടി? അതെ, നമ്മളീ പറഞ്ഞ മറ്റേ ഓവർബോർഡില്ലേ കേറി മറ്റേ ഗിംബൽ ഓപ്പറേറ്റർ ഒരു വിവേക് എന്ന് പറഞ്ഞ മച്ചാൻ്റെ. അപ്പൊ പുള്ളി ഇങ്ങനെ ഓവർബോർഡ് നമ്മൾ കയറി നിന്നിട്ട് ഇങ്ങനെ നമ്മള് മനസ്സിലായില്ലേ, അപ്പൊ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഓടിച്ചിങ്ങനെ പഠിക്കുമായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തേക്കുന്നതും ഓവർബോർഡിൽ വെച്ചിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. സൂപ്പർ. നിങ്ങളുടെ രണ്ടുപേരുടെയും കരിയറിലെ ഓരോ ക്യാരക്ടേഴ്സ് ഞാൻ പറയും. അന്നത്തെ നിങ്ങളുടെ ആസ്പിറേഷൻ എന്തായിരുന്നു? അതായത് അന്ന് സിനിമയിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, അതും പ്ലസ് ആ ക്യാരക്ടറിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നും പറയണം. ഓക്കെ, നമുക്ക് അനശ്വരയിൽ തുടങ്ങാം. സൂപ്പർ ശരണ്യ. ഞാൻ കുറേ നാള് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നൊരു സിനിമയാണ് ശരണ്യ. ഞാൻ +2 കഴിഞ്ഞ സമയത്ത്, നമ്മളെല്ലാവരും ആ സമയത്ത് +2 കഴിഞ്ഞ് കോളേജിലേക്ക് കയറാൻ നിൽക്കുന്നൊരു ടൈമായിരുന്നു. അപ്പോൾ ആ ഒരു ബ്രേക്ക് കഴിഞ്ഞ് ചെയ്യുന്ന സിനിമയാണ് ശരണ്യ. നമ്മളെല്ലാവരും കൂടി ആ കോളേജിലെത്തി, കോളേജിലും ഹോസ്റ്റലിലൊക്കെ ഒന്ന് വൈബ് ആകുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ആ ഒരു ബോണ്ട് നമ്മൾ ക്രിയേറ്റ് ആയി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര നല്ല ഫ്രണ്ട്സായി. ഈ പറഞ്ഞ ഷൂട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് റൂമിൽ പോയിരുന്ന് നമ്മൾ വൈബൊക്കെ ചെയ്ത് ഭയങ്കര കമ്പനിയാണ് നമ്മൾ. അപ്പോൾ ഷൂട്ട് കഴിയുമ്പോഴേ പാക്കപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്ത്. സജിൻ്റെ ക്യാരക്ടറിലേക്ക് ചുരുളി ചെയ്ത സമയത്ത് ഈ പറഞ്ഞ പോലെ അവിടെ ഭയങ്കര വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു ഓഫ് റോഡ്, അവിടെ റോഡില്ലാത്ത സ്ഥലത്ത് ഗാഡി കൂടെ ഓടിക്കാന്നുള്ള ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് പിന്നെ തെറി പറയാന്നുള്ള ആദ്യമായിട്ട് തെറി പറഞ്ഞ സിനിമയിലോട്ട് കയറുന്നത് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ തെറി. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ലിജോ ചേട്ടൻ്റെ പടത്തിൽ തന്നെ. നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഡയറക്ടറിൻ്റെ പടത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന LJP വർക്ക് ചെയ്യാൻ പറ്റി. അത് തന്നെ ഭാഗ്യം. അതാണ് ചുരുളിയിലെ ഏതാണ്ട് അതേ ലുക്കാണ് ഇപ്പൊ സജിൻ. ഇതിലും മെലിഞ്ഞാണ്. ശരിക്കുള്ള സജിൻ അങ്ങനെയാണോ? ശരിക്കുള്ള സജിൻ ആവേശത്തിലെ സജിനെ പോലെയാണോ? എനിക്കൊന്ന് അത്രേ ഉള്ളൂ. ഞാൻ അതാണ് ചുരുളിയിലുള്ള ആക്ച്വൽ സൈസ് ആയിരുന്നു ഞാൻ. അതിനുശേഷം പിന്നെ ഒരു ജാനേമനും രോമാഞ്ചം ചെയ്യുമ്പോൾ അത്രയാണ് അത് കറക്റ്റ്. ആവേശത്തിന് വേണ്ടി പിന്നെ ഞാൻ കൂട്ടിയതാണ് 97 ആയതാണ് വർക്കൗട്ടൊക്കെ ചെയ്ത്. പൊന്മാനിലും അത് തന്നെ.
ഇപ്പൊ പൈങ്കിളിയിലേക്ക് വരുമ്പോൾ ഒരു 75 ആയി. അതൊക്കെ തന്നെയാണ് ആക്ച്വൽ ഒരു ഇപ്പൊ ഞാൻ 80. ഇതൊക്കെയാണ് എൻ്റെ ആക്ച്വൽ പരിപാടി. രണ്ടുപേരും തിയേറ്റർ ആക്ട്രസ് ആയിരുന്നു, അതുപോലെ സ്ട്രീറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, തെരുവുനാടകം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ സ്റ്റേജിൽ പറയുന്നുണ്ടായിരുന്നു. ഞാൻ തിയേറ്ററാണ് ഈ പറഞ്ഞ പോലെ സിനിമയിൽ ട്രൈ ചെയ്യുന്ന സമയം തൊട്ട് ഓഡീഷനൊക്കെ പോണ സമയത്ത് നമ്മൾ ആക്ടിങ് പോളിഷ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് തിയേറ്റർ അമച്ചർ ഡ്രാമയാണ്, അതുപോലെ തന്നെ സ്ട്രീറ്റ് പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അനിൽകുമാർ എന്നൊരു സാറുണ്ട് കല്ലൂർ, അപ്പോൾ പുള്ളിയുടെ പോടുന്ന നമ്മൾ ഒരു 3-4 വർഷമൊക്കെ ആയിട്ട് തിയേറ്ററിലായിരുന്നു. അങ്ങനെയാണ് സിനിമയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ബേസ് നമുക്ക് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു. മോണോആക്ട്സ് ഒക്കെ ചെയ്യാറുണ്ട്, ഭയങ്കര പഠിച്ച് ഭയങ്കര ഇതായിട്ട് ചെയ്യൊന്നുമല്ല, അത് ഒറ്റയ്ക്ക് തന്നെ പഠിച്ച് ചെയ്യുന്ന മോണോആക്ട്സും പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ തെരുവ് നാടകങ്ങളിൽ, നമ്മുടെ നാട്ടിൽ തെരുവ് നാടകങ്ങളിൽ സ്റ്റേജുകളിൽ പോയി ചെയ്യുന്ന, വേറെ സ്ഥലങ്ങളിൽ പോയി ചെയ്യുന്ന പരിപാടി തെരുവ് നാടകങ്ങളിൽ ഞാൻ ചെയ്യാറുണ്ട് ഒരു 2-2.5 വർഷത്തോളം. യെസ്, അങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത്. ഒരു അഭിനയിച്ച് അങ്ങനെ തുടങ്ങുന്നത് ഞാൻ അവിടെ നിന്നാണ്. ഓക്കെ, അടുത്ത ക്യാരക്ടറിലേക്ക് പോകാം. തണ്ണീർമത്തൻ ദിനങ്ങൾ. ഞാൻ ഗിരീഷ് ചേട്ടൻ്റെ മൂക്കുത്തി കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് തണ്ണീർമത്തൻ ദിനങ്ങൾ. ഒരു 10th കഴിഞ്ഞ സമയത്ത്, 9th കഴിഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും ആ വൈബിൽ ഒന്ന് ചില്ല് ചെയ്ത് ഭയങ്കര എൻജോയ് ചെയ്ത് പിള്ളേരുടെ എല്ലാവരും കൂടെ എൻജോയ് ചെയ്തൊരു ഷൂട്ടാണ്. അങ്ങനെ ഭയങ്കര പ്രിപ്പറേഷൻ പരിപാടിയൊന്നുമില്ല, കുറച്ച് സ്ലാങ് പിടിക്കുക. കാരണം അപ്പം എൻ്റെ കണ്ണൂർ ഭാഷ ഒന്ന് മാറി വരുന്നേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അവിടുന്ന് പക്ഷെ ആ ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും എനിക്ക് കംപ്ലീറ്റ് അവരുടെ സ്ലാങ്, അവരുടെ ഭാഷ, ഗിരീഷ് ചേട്ടനും അവരൊക്കെ സംസാരിക്കുന്ന ഭാഷയിൽ എനിക്കിപ്പോഴും ചിലതൊക്കെ എനിക്ക് അവർ പറയുന്ന കുറേ സ്ലാങ്ങുകളൊക്കെ കയറി വരും. അതങ്ങ് സെറ്റായി ആ ഭാഷ. യെസ്. ഓക്കെ, ഇത് കരിയറിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്തു പറയണേ ഈ ക്യാരക്ടർ? ഭയങ്കരമായിട്ട്. കാരണം സുജാത ഇറങ്ങിയ സമയത്ത് അത് മെയിൻലി ഫാമിലിയുടെ ഇടയിൽ അമ്മമാർക്കൊക്കെ ആയിരുന്നു അത് ഭയങ്കര കണക്റ്റായി, അമ്മമാർക്കൊക്കെ ആയിരുന്നു അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് യൂത്തിൻ്റെ ഇടയിൽ, യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കര എനിക്കൊരു അറ്റൻഷൻ കിട്ടിയത്, എനിക്കൊരു ബ്രേക്കായ പടം തണ്ണീർമത്തനാണ്. അതിനുശേഷം പുറത്തു നിന്നാണെങ്കിലും ആൾക്കാർ കണ്ട് വിളിച്ച് തന്നെ തണ്ണീർമത്തൻ കണ്ടിട്ടാണ്. ഓക്കെ, ജാനമൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിദംബരം ചുരുളി കഴിഞ്ഞതിന് ശേഷം നേരെ ചെയ്യുന്നു. രണ്ടും ഒരേ ടൈമിലാണ് റിലീസായത്. ചുരുളി OTT, ജാനമൻ തിയേറ്റർ. അപ്പോൾ ചിതു ആദ്യമായിട്ട് ചെയ്യണ പടം വരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അർജുൻ ബേസിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെച്ചാൽ ഒരു വൈപ്പിൻ ഒരു ക്യാരക്ടറാണ് സജി വൈപ്പിൻ. അപ്പോൾ കരിയർ ടേണിംഗ് പോയിന്റ് ജാനമൻ എന്നാണ് പറയാൻ പറ്റുമോ? അത് രണ്ടും ഒരേ സമയത്ത് ഇറങ്ങിയപ്പോൾ ഒരു അങ്ങനെയാണ് രോമാഞ്ചത്തിലേക്കൊക്കെ എത്തുന്ന ട്രാവല് ഈ 2 പടമൊക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിലൊരു വൈപ്പിൻ, സജി വൈപ്പിൻ എന്ന് പറയുന്ന വൈപ്പിൻ സ്ലാങ് എന്താടാ അങ്ങനത്തെ ഒരു സാധനമൊക്കെ പിടിച്ച് അങ്ങനെ സ്ലാങ് ഒക്കെ പിടിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ചുരുളിയിലെ ക്യാരക്ടർ അല്ലാതെ പിടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചുരുളി ഇറങ്ങിയിട്ടില്ല, രണ്ടും ഒരുമിച്ച് ഇറങ്ങിയപ്പോൾ ഒരു അതൊക്കെ തന്നെയാണ് ചെയ്തേക്കുന്നത്. കരിയർ ബെസ്റ്റ് രേഖാചിത്രമാണെന്ന് പറയാം. എനിക്ക് നേരാണ് കരിയർ ബെസ്റ്റ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് അതിനകത്ത് രേഖ. ഒരുപാട് ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ്. ചെയ്ത സമയത്ത് ഭയങ്കര ചൂടത്ത് നല്ല പൊള്ളുന്ന ചൂടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അതിനടുത്ത് ഈ കന്യാസ്ത്രീ വേഷം, അതായത് ഒരു 3 ലെയർ ഉണ്ടായിരുന്നു. ഒന്നിട്ട് ഭയങ്കര കട്ടിയുള്ള ഡ്രസ്സ്, അതിനകത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ എന്നെക്കാളും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മറ്റേ അവിടെയുള്ള ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നവർക്ക് അവർക്ക് ഭയങ്കര ഈ ചൂടത്ത് അവരവിടെ ഇവിടെ കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. അങ്ങനെ എനിക്ക് ആൾക്കാരുടെ റെസ്പോൺസിപ്പോൾ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് പേര് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ ക്യാരക്ടർ മനസ്സിൽ നിന്ന് പോവാതെ നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അഫ്കോഴ്സ് ഈ വർഷം റിലീസായതിൽ 2025 ആദ്യത്തെ ഹിറ്റാണ് രേഖാചിത്രം. അതിപ്പം അതിൻ്റെ റിസൾട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സിനിമ ഇപ്പം ബാക്കിയുള്ള സ്ക്രിപ്റ്റുകൾ വരുമ്പോഴും അതിൻ്റെയൊക്കെ റെസ്പോൺസ്, അതിൻ്റെ റിസൾട്ട് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ക്യാരക്ടർ പൊന്മാൻ ചെയ്യുന്നത് കൊല്ലത്താണ് കഥ നടക്കുന്നത്. അപ്പോൾ ജ്യോതിഷേട്ടൻ കലാസംവിധാനത്തിൽ നിന്ന് സിനിമാ സംവിധാനത്തിലേക്ക് വരുന്ന ഒരു പടമാണ് ഈ പറഞ്ഞ പോലെ പൊന്മാൻ. അതിൽ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിയാന എന്നുള്ള ക്യാരക്ടർ ഇച്ചിരി മല പോലെ ഉള്ള ഒരു രാക്ഷസൻ എന്നൊക്കെയാണ് സ്ക്രിപ്റ്റ് നോവലിലൊക്കെ വിശേഷിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ വായിച്ച സമയത്ത് തന്നെ എനിക്ക് തന്നെ തോന്നി ഞാനിങ്ങനെ ഇരിക്കരുത്. ഈ ഒരു ഇതിലിരിക്കുന്ന സമയത്താണ്, ഇങ്ങനത്തെ ഒരു ഫിസിക്ക് ഇരിക്കുന്ന സമയത്താണ് ജ്യോതിഷേട്ടൻ എൻ്റെ അടുത്ത് കാണുന്ന റേറ്റ് ചെയ്യണത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ആവേശത്തിന് ശേഷം ഞാൻ മെലിഞ്ഞിരിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ തിരിച്ച് വേറൊരു രീതിയിൽ ആവേശത്തിലെ ലുക്ക് പോലെ അല്ല, അത് കുറച്ച് ഷേപ്പ്ഡാണ്. ജിമ്മിലൊക്കെ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് ഇച്ചിരി വയറുണ്ടെന്നുള്ളൂ. ഇതിലെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു മല പോലെ വീർത്ത് അങ്ങനെ ഇരിക്കുന്ന രീതിയിലോട്ടൊക്കെ ആവാൻ ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ തുഴയാൻ ഞാൻ കൊല്ലത്ത് പോയിട്ട് ഈ പറഞ്ഞ പോലെ ഷൂട്ടിന് ഒരു 2 ആഴ്ച മുന്നേ പോയി തുഴയാൻ പഠിക്കുന്നു. അങ്ങനെ പിന്നെ ചെറിയ മിനിമലായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊല്ലം സ്ലാങ് ഒക്കെ പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ അങ്ങനത്തെ കുറച്ച് എഫേർട്ടുകൾ ഞാൻ ആ പടത്തിൽ എടുത്തിട്ടുണ്ട്. അതാണ് പൊന്മാൻ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത അഭിപ്രായങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്.
സ്വന്തം പടത്തിന് തന്നെ കോമ്പറ്റീഷൻ ആയിട്ട് ഇറങ്ങാൻ പോണി ഈ ആഴ്ച അല്ലേ? കുഴപ്പമില്ല, അത് ബാധിക്കാതെ പോകുന്നു ഞാൻ വിചാരിക്കുന്നത്. കുഴപ്പമില്ല, അത് രണ്ടും നല്ല രീതിയിൽ. റെട്രോ ഹീറോയിൻ എന്നുള്ളൊരു പട്ടം സോഷ്യൽ മീഡിയ തന്നിട്ടുണ്ട് അനശ്വരയ്ക്ക്. അതിനോട് അനശ്വര എങ്ങനെ റിയാക്ട് ചെയ്യും? അതിനോട് എന്ത് പറയും തിരിച്ച്? നല്ല രസമല്ലേ പഴയ നായികമാരുടെ ഭംഗിയൊക്കെ ഉണ്ടെന്ന് പറയുന്നേക്കുമ്പോൾ. ഇനി 3 പടങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ പറയുന്നത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടമാണ് റെട്രോ. അടുപ്പിച്ച് കുറച്ച് പീരീഡും അല്ല ഫ്ലാഷ് ബാക്ക് ക്യാരക്ടേഴ്സ് ചെയ്തു. പീരീഡിനെക്കാളും കുറച്ച് അതെ അത് ഒരു കഥയിലെ ഫ്ലാഷ് ബാക്ക് പോർഷനിൽ ഞാൻ മെയിൻ ആയിട്ട് വന്നു, അതിൽ മരിച്ചുപോവും ചെയ്തു. അതാണ് മെയിൻ. അപ്പൊ ഇപ്പം ഏതെങ്കിലും കഥയൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പറയും ദൈവം ഇപ്പൊ ഫ്ലാഷ് ബാക്കിലാണെന്ന് പറയുമ്പോൾ ഞാൻ പറയും എന്നെ കൊല്ലരുത് പ്ലീസ് എന്ന് ഞാൻ പറഞ്ഞു വയ്ക്കും. അപ്പം പക്ഷെ കുഴപ്പമൊന്നുമില്ല, എനിക്കത് ഇഷ്ടമാണ്, അത് എനിക്കത് കേൾക്കുന്നത്. ഐ എൻജോയ് ഇറ്റ്. ഓക്കെ, ഇനി പൈങ്കിളിയിലേക്ക് വരാം. ഈ പൈങ്കിളിയിലെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അനശ്വര എന്തൊക്കെ ചെയ്തു ആസ് എൻ ആക്ട്രസ്? എനിക്കങ്ങനെ ഭയങ്കര ക്യാരക്ടർ പിടിച്ച് ചെയ്യേണ്ട പരിപാടി ആയിരുന്നില്ല. നമ്മൾ വന്ന് ആ ഫ്ലോയിൽ അങ്ങ് ഒരു ഡയലോഗ് പറഞ്ഞ് ഒരു സ്ക്രിപ്റ്റിലുള്ളതിനേക്കാളും നമ്മൾ അപ്പോൾ ഇംപ്രവൈസ് ചെയ്തിരുന്ന സീനുകളായിരുന്നു മൊത്തം. അപ്പം നമ്മൾ ആ ഫ്ലോയിൽ വന്ന് ഒന്ന് എൻജോയ് ചെയ്ത് ആ ഒരു രസത്തിൽ അങ്ങ് ഷൂട്ട് ചെയ്ത് പോകുന്ന ഒരു സീനാണ്. ഭയങ്കര ക്യാരക്ടർ പിടിച്ച് അങ്ങനെ ചെയ്യേണ്ട പരിപാടി ആയിരുന്നില്ല. സജിൻ എന്തൊക്കെ ചെയ്തു എക്സെൻട്രിക് ലവർ ആവാൻ? ഉറപ്പായിട്ടും മുൻപ് ചെയ്ത കഥാപാത്രത്തിൽ നിന്ന് സാമ്യമില്ലാത്ത രീതിയിലിരിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യാം നമ്മള്? അത് മനഃപൂർവ്വം പ്ലാൻഡ് ആയിട്ട് തന്നെ ചെയ്യാന്നുള്ളതാണ്. അത് അപ്പിയറൻസ് അത് കുറച്ച് ഹെൽപ്പ് ചെയ്യും. അപ്പിയറൻസ് ചെയ്യും. ഫിസിക്കലി ഞാൻ എൻ്റെ അടുത്ത് ശ്രീതേട്ടൻ പറഞ്ഞു, നീ കുറച്ച് നിന്റെ പഴയ ജാനേമൻ അല്ലെങ്കിൽ രോമാഞ്ചത്തിൽ ലുക്കിലായിരിക്കണം. സുഖു ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും, എക്സെൻട്രിക് ആണ്, ഭയങ്കര ലൗഡാണ്. അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നീ ഈ ഒരു ലെവലിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ശ്രീതേട്ടനാണ് എന്നെ മെലിയിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് മെലിഞ്ഞു. അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ, അപ്പിയറൻസ്, മാനറിസം, നമ്മൾ പൊന്മാനോ ആവേശമോ അല്ലെങ്കിൽ അമ്പാനോ ഒന്നും അടിക്കാത്ത രീതിയിലുള്ള സുഖു ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഞാനും ഇത് ആൾക്കാർ എല്ലാവരും കണ്ടാലല്ലേ ഇത് ഭയങ്കര പറയേണ്ടത്. അപ്പൊ അത് അതെ. പിന്നെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് ഈ പറഞ്ഞ പിന്നെ അനശ്വരയൊക്കെ വരുമ്പോ നമ്മൾ കുറച്ച് മെലിഞ്ഞൊക്കെ ഇരിക്കട്ടെ. അല്ല അങ്ങനെയൊന്നല്ല, ചുമ്മാ അതായിട്ടൊരു ബന്ധമില്ലട്ടോ. ഒരിക്കലും പറഞ്ഞാണോ? ഞാൻ മറ്റേ ക്യാരക്ടറിന് വേണ്ടി മാത്രം. നിങ്ങളുടെ കെമിസ്ട്രി എങ്ങനെ വർക്ക്ഔട്ട് ചെയ്തെടുത്ത്? അങ്ങനെ കെമിസ്ട്രി ഗ്രാജുവലി നമ്മൾ പെർഫോം ചെയ്ത് അങ്ങനെ വർക്ക് ആയതാണ്. ഞാൻ അതിന് മുന്നേ കണ്ടിട്ടൊന്നുമില്ല അനശ്വരേനെ. സ്വിച്ച് ഓൺ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം പിന്നെ ഷൂട്ടിന് ജോയിൻ ചെയ്ത് സിനിമയിൽ ഞങ്ങൾ ഒരു കൂട്ടിമുട്ടുന്ന ഒരു ആദ്യമായിട്ട് കാണുന്ന ഒരു സീനുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് ആ ഒരു സീനാണ് നമ്മൾ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നത്, സംസാരിക്കുന്നതല്ല. അതിനുശേഷം പിന്നെ സിനിമയിൽ കാണുമ്പോഴാണ് നിങ്ങൾ നേരിട്ട് പരസ്പരം കാണുന്നത്. പക്ഷെ അതിന് മുന്നേ പൂജയ്ക്ക് കണ്ടിട്ടുണ്ടെങ്കിലും പിന്നെ കൂടുതൽ ശ്രദ്ധിച്ചില്ല കുട്ടിയെ. ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞാൽ വരുമ്പോ എന്തായാലും ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുമല്ലോ. ശ്രദ്ധിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ സംസാരവും കൂടുതൽ. പിന്നെ ഒരു ആഴ്ചക്ക് ശേഷമാണ് ആ സീൻ എടുത്തത്. പിന്നെ നമ്മൾ എല്ലാ സീനുകളും എല്ലാവരും ഒരുമിച്ച് ചെയ്യണ സമയത്ത് അങ്ങനെ ഒരു റൊമാൻറ്റിക് കെമിസ്ട്രി ഉണ്ടോ? റൊമാൻറ്റിക് പരിപാടികളായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര റൊമാൻറ്റിക് കെമിസ്ട്രി വേണ്ടുന്ന പരിപാടിയൊന്നും ഇല്ല. കെമിസ്ട്രി വേണ്ട, രണ്ടുപേരും കെമിസ്ട്രി ആവരുത്, എന്ന് തോന്നണം. അതാണ് ആ ഒരു രണ്ട് തരത്തിലിരിക്കുന്ന ഒരു പരിപാടി പോലെ. അതെ, രണ്ട് ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള രണ്ട് തരത്തിലിരിക്കുന്ന ഒരു കെമിസ്ട്രി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബന്ധമില്ലാത്തൊരു കെമിസ്ട്രി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഈ പടം. ശരി, ജിത്തുവിന്റെ പടങ്ങൾ എഴുതിയേക്കുന്ന ഫുൾ റിയൽ ലൈഫ് സ്റ്റോറികളാണ് അല്ലേ? ജീവിതത്തിൽ ഇത് എവിടെയെങ്കിലും സംഭവിച്ചാണോ? ഇത് സംഭവിച്ചതല്ല, പക്ഷെ ജിത്തുവിന്റെ ലൈഫിൽ നടന്ന കുറെ ഇവന്റ്സുകളും മൊമെന്റ്സുകളൊക്കെ ഈ പടത്തിലുണ്ട്. ഇതിൽ എക്സെൻട്രിക് ലവർ ജിത്തു ആണോ? എക്സെൻട്രിക് എന്നൊക്കെ പറയുമ്പോൾ അത് സുഖുലേക്ക് വളർന്നപ്പോ അങ്ങനെ ആയതായിരിക്കാം. ജിത്തുവിന്റെ ലൈഫിൽ നടന്ന കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ആലുവയിൽ അങ്ങനെ തന്നെയാണ് കഥ നടക്കുന്നത്. ആലുവയിൽ നടക്കുന്ന ഒരു ആലുവയിൽ നടക്കുന്നത്, ആലുവ മാഞ്ഞാലി ആ ഭാഗത്ത് നടക്കുന്ന ഒരു കഥയാണ്. അവിടെ പ്ലേസ് ചെയ്യാൻ കാരണം അത് നായകന്റെ വീട് ചിലപ്പോൾ ഞാൻ ആലുവ ആയതും കൊണ്ടൊക്കെ അതൊക്കെ ഒരു കാരണം ഉണ്ടായിരിക്കട്ടെ. ഉറപ്പായിട്ടും എറണാകുളത്ത് കഥ നടക്കണം എന്നുള്ളതാണ് ഞാൻ ചോദിച്ച് പറഞ്ഞത്. മനസ്സിലായി, ഇത് ബാംഗ്ലൂരാണ്, എതെവിടെയെന്ന് ചോദിച്ചു. പൈങ്കിളിയാ പറഞ്ഞു, ഇല്ലല്ലേ ഇത് എറണാകുളത്ത് തന്നെയാണ്. ഓക്കെ, എറണാകുളത്തോട് പഠിക്കാം, ആലുവ പഠിക്കാം. അപ്പൊ ആലുവയിലാണ് അങ്ങനെ എറണാകുളത്ത് ആണ് കഥ നടക്കുന്നത്. പക്ഷെ അതൊരു മാഞ്ഞാലി ആലുവ ഭാഗത്താണ് സുഖുവിന്റെ വീടും. ആ സെറ്റിങ്സും പരിപാടി എല്ലാം ജോഗ്രഫി ഒക്കെ ആ ഒരു കൾച്ചറെല്ലാം നമ്മൾ അവിടെ. ജിത്തു എഴുതി വെച്ചിരിക്കുന്ന പടങ്ങളിൽ 5 എണ്ണം എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ പടങ്ങളാന്ന് തോന്നുന്നു അല്ലേ? അതായത് ബാംഗ്ലൂർ 15 വർഷം പഠിച്ച് ജോലി ചെയ്ത ആളാണ് ജിത്തു. അപ്പൊ ഏറ്റവും കൂടുതൽ അവിടെ പുള്ളിയുടെ കാലം അവിടെയായിരുന്നു ഈ പറഞ്ഞ പോലെ. അപ്പൊ പുള്ളി അവിടെ ചെയ്ത കുറെ എക്സ്പീരിയൻസ് അവിടെ ഉണ്ടാവും, അങ്ങനത്തെ കുറെ സബ്ജക്റ്റുകൾ ഉണ്ടാവും.
പ്രേമലു 2-ല് അനശ്വര ഉണ്ടാവും. ഇല്ല 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 ഞാൻ ഇല്ല. അപ്പൊ അങ്ങനെയാണോ ഉറപ്പിച്ച് പറയാണ്? ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി ഇതിനോട് കുറെ പേര് ചോദിച്ചു. പറയണം എനിക്ക് പറയണം, നിങ്ങളിത് മനസ്സിൽ വെക്കണം, ഞാനില്ല. ഓക്കെ, ഇനി അങ്ങനെ ഒരു പ്രതീക്ഷയെ വേണ്ടത്. അല്ലെന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്നോട് ആരൊക്കെ എന്നോട് ചോദിച്ചു ഹൈദരാബാദ് എന്നൊക്കെ പ്രേമലു 2-ലുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതിന്. ഞാനില്ല. കഥയൊക്കെ ചോദിക്കാനായിട്ട് ഇല്ലല്ലേ, വേറെ ഒന്നും ചോദിക്കാനില്ല. പിന്നെ അടുത്ത ഇനി അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവില്ലെന്ന് ശരി. ആവേശം 2 സാധ്യത ഭയങ്കര ആഗ്രഹിക്കുന്നതാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അറിയിക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞ രോമാഞ്ചം 2 ഞാൻ ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട്. ആവേശവും ഈ പറഞ്ഞ പോലെ ഉണ്ടാവട്ടെ. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാണ്. അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. അതിന്റെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ടൈമും ബാക്കി വിവരങ്ങളൊക്കെ എല്ലാം അവര്. അല്ല, ജിത്തുവിന്റെ അടുത്ത പടം ലാലേട്ടനെ വെച്ചിട്ടാണെന്നും അതിൽ സജിൻ ഉണ്ടെന്നും കേൾക്കുന്നു. അത് ശരിയാണോ? അതും ഈ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് പുള്ളി? എന്റെ വായത് വീഴാൻ അങ്ങനെയൊക്കെ എന്തായാലും ഉണ്ടെങ്കിൽ അറിയിക്കും. ഉറപ്പായിട്ട് ഞാനൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അല്ല, എനിക്കറിയണ്ട, അനശ്വരയോട് പറഞ്ഞിട്ടില്ലേ? നിനക്ക് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ എന്താണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലേ? ഇല്ല 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 ഇല്ല. ഓക്കെ, അനശ്വരയുടെ അങ്ങനെയൊക്കെ തവണ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും പറയില്ല. അനശ്വരയുടെ തമിഴ് പടം വരാൻ പോകുന്ന അടുത്തത് ഇപ്പൊ സെലവരാഗൻ സാറിന്റെ ഒരു പടം ഷൂട്ട് അതിനെ പറ്റി പറഞ്ഞിട്ടില്ലൊന്നും? അതിനെ പറ്റിട്ടോ? ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. തെലുങ്കോടത്തിനെ പറ്റി പറഞ്ഞു. അടുത്ത പടം ഏതാന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പം ഞാൻ കന്നഡപ്പടം കാരണം ഷൂട്ട് ചെയ്തിട്ട് അടുത്ത ഇപ്പൊ ഏതാന്ന് പറയുമ്പോൾ ഞാൻ അടുത്ത തെലുങ്കോടത്തിലേക്കാണ്. ഞാനിപ്പോ ഒരു വർഷമായിട്ട് എല്ലായിടത്തും തെലുങ്കോടത്തിലേക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് എല്ലാവർക്കും അറിയാം. തമിഴ് പടം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സംസാരിക്കാനായിട്ട് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് പ്രൊമോഷന്റെ സമയത്താണ്. പിന്നെ ഇവിടെ പ്രൊമോഷനിലാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഓടി കിടന്നു. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ എന്താണ് അടുത്ത പടം എന്താണ്? ഷാലായി എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. ആർക്ക് വേണമെങ്കിലും ഈ ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. ഷാലായി എന്ന് പറഞ്ഞാൽ മതി. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്ന ആൾ ഷാലായി എന്ന് പറഞ്ഞിട്ട് ഉത്തരം പറയാം. അപ്പം ഞാനങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ലല്ലേ? ഞാനങ്ങനെ വന്നു, എനിക്കിത് പറയാൻ ഒന്നായിട്ടില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. എനിക്കങ്ങനെ മാറ്റമൊന്നും കൊണ്ടുവരാനില്ല. ഇല്ല, ശാലായി ഇല്ല. ചെയ്യുന്ന സിനിമയിലെ ക്യാരക്ടറുകൾ ഇങ്ങനെ മാറണം എന്ന് എനിക്കൊരു ആഗ്രഹം. ഓക്കെ, അനശ്വരയുടെ കൂടെ നായകനായി, അനശ്വര നായികയും എന്നെ നായകനുമാക്കി ഇനിയും പടങ്ങൾ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്, ആഗ്രഹമുണ്ട്. ശാലായി എന്ന് പറഞ്ഞാലും ഉത്തരം പറയാൻ ശാലായി പറഞ്ഞോ. ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനിയുള്ള സിനിമകൾ അങ്ങനെ പല രീതിയിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് ഒക്കെ ചെയ്യണമെന്ന്, അനശ്വരമായിട്ട് കൊളാബ് ചെയ്യണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ടും അത് ആത്മാർത്ഥത്തോടെ ഉള്ളി എന്ന് പറയുന്നത്. അതെ, ഓക്കെ. രണ്ടുപേർക്കും ആർക്ക് വേണേലും ഇത് പറയാലോ ഉത്തരം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇതുവരെ എവിടെയും പറയാത്തൊരു കാര്യം ഞാൻ പറയില്ല. അനശ്വരക്ക് എന്ത് സമ്മാനം കൊടുക്കും? വാലന്റൈൻസ് ഡേ ആയിട്ട് അത് കൊടുക്കാലോ. ഞാൻ വാലന്റൈൻസ് ഡേ ആയിട്ട് പൈങ്കിളി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും, പ്രേക്ഷകർക്ക് എല്ലാവർക്കും. അനശ്വരക്ക് എന്താ കൊടുക്കാൻ? അങ്ങനെ നാളെ രാവിലെ ദിവസത്തിന്റെ ടിക്കറ്റ് വന്നേക്കാം. ഞാൻ ഇപ്പൊ എല്ലാവരും കൊടുക്കുന്ന പോലെ ഇനി അങ്ങനെ കൊടുക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല അല്ലെ വാലന്റൈൻസ് ഡേക്ക് എന്താ കൊടുക്കുന്നത്? എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്താ കൊടുക്കണം? ശരി, തിരിച്ചെന്ത് കൊടുക്കും? ഒന്നുമില്ല, ഇത് അയ്യോ അങ്ങനെ ഒന്നുമില്ല കൊടുക്കാൻ. ഒന്നും കൊടുക്കാനില്ലല്ലേ? നമ്മൾ ഒരുമിച്ച് ഒരു പൈങ്കിളി നമ്മൾ അതാണ്. ജിത്തുന് എന്ത് കൊടുക്കും? സജിൻ വാലന്റൈൻസ് ഡേക്ക് അല്ല, ഒരു ഗിഫ്റ്റ് കൊടുക്കാണ്. ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ജിത്തു ഭയങ്കര മിനിമലായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എന്ത് കൊടുത്താലും അങ്ങനത്തെ ഇപ്പൊ പറഞ്ഞൊരു വാച്ച് യൂസ് ചെയ്യൂല, അങ്ങനെയൊക്കെ ഒരാളാണ്. ഭയങ്കര മിനിമലായിട്ട് എടുക്കുന്ന ആളാണ്. അപ്പൊ അത് ഒരു സൺഗ്ലാസ് കൊടുക്കും ഞാൻ. ആണോ? എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് കൂടി പറയണം. അല്ല, സൺഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ജിത്തു ഭയങ്കര. അതും കൊണ്ടൊക്കെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, എന്ത് കൊടുത്താലും ഓക്കെയാണ്. ഞങ്ങൾ എപ്പോഴും കാണുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ അവിടെ നിന്ന് ജിത്തുവിന്റെ ഫ്ലാറ്റിൽ നിന്നാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. ഫുഡ് അടിക്കാൻ പോകും, ചായ കുടിക്കാൻ പോകും, അങ്ങനെയൊക്കെ. ശരി, അനശ്വര എന്ത് കൊടുക്കും ജിത്തുവിന്? ഞാനൊരു ബുക്ക് കൊടുക്കും ആൾക്ക്. ചില ആൾക്കാരുടെ ബുക്കൊക്കെ വായിക്കാൻ ആൾ ഭയങ്കര ഇഷ്ടമാണ്. ചില ആത്മകഥകളും ചില ആൾക്കാർ എഴുതുന്ന കാര്യങ്ങളൊക്കെ വായിക്കാൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, അപ്പൊ ഞാൻ ഒരു ബുക്ക് കൊടുക്കും ആൾക്ക് അറിയാം അത് ഏത്
പേഴ്സൺ ആണ് ആള് ഫോളോ അപ്പ് ചെയ്യുന്നതെന്ന് അറിയാം. വായിക്കുന്ന ആളാണ് അനശ്വര ഭയങ്കരമായിട്ട്? ഞാനോ? ഞാൻ പിന്നെ അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തോട്ട് പോയത്. നമുക്ക് അങ്ങനത്തെ അല്ല, ജിത്തു ചേട്ടന് ഇങ്ങനെ ഈ ആത്മകഥ ആൾക്കാരെ ഇതൊക്കെ മൈക്കിൽ വായിക്കുന്നത് പറയണം ഭയങ്കര കേട്ടോ. ഇഷ്ടമാണ്. ഇപ്പൊ എന്താ വായിക്കുന്ന അനശ്വര? ഞാനോ? ബുക്ക്. ഏത് ബുക്കാ? ഏത് ബുക്കോ? ഞാനിപ്പോ ഏതാ വായിക്കുന്നത്? മുറാക്കാമിയുടെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്. എന്തേ ഒന്നും സജിൻ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ഉറപ്പായിട്ടും. അതാണ് കരുതുന്നത്. വാലന്റൈൻസ് ഡേക്ക് തന്നെ പടം ഇറക്കാന്നുള്ള തീരുമാനത്തിലായിരുന്നോ അതോ പടം ചെയ്ത് അതങ്ങനെ കറക്റ്റ് സംഭവിച്ചാണ് ആ ടൈമിലേക്ക്? വാലന്റൈൻസ് ഡേക്ക് ഇറങ്ങുന്നോണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്ത് പറയാൻ പറ്റും, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അങ്ങനെ ഒരു പൈങ്കിളി, അതെ, നമ്മളൊരു കപ്പിളിനൊക്കെ കപ്പിളിനൊക്കെ നമ്മളൊരു പൈങ്കിളി എന്ന് വിളിച്ച് വിശേഷിപ്പിക്കുന്ന പോലെ സ്പെഷ്യൽ ഡേ ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ അല്ലെങ്കിൽ പറയുമ്പോൾ ഒരു ഫെബ്രുവരി 15 പടം റിലീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫെബ്രുവരി 20, അല്ലെങ്കിൽ ജനുവരി, അങ്ങനെ ഒരു വെറുതെ ഒരു ഡേറ്റ് ആയി പോകും. ഈ പറഞ്ഞ പോലെ വാലന്റൈൻസ് ഡേക്ക് ഇറങ്ങുന്ന നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഡേ ആണ്. എല്ലാവരും യൂത്തന്മാരുടെ ഡേ ആണ് എല്ലാവരുടെയും. സൂപ്പർ. അപ്പോൾ ഈ ഡേക്കുള്ള അഡ്വാൻറ്റേജ് പടത്തിനും കിട്ടട്ടെ, സ്പെഷ്യൽ ആവട്ടെ പടം. താങ്ക് യു സോ മച്ച്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.